ഒരു ഖാദി തൗലിയത്ത് എന്നത് അത് ഇസ്ലാമിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ ഖുലഫാഉൽ അർബഅത്തിൻ്റെ കാലഘട്ടം, താബീങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഇന്നേ വരെ നമ്മുടെ നാടുകളിലൊക്കെ നിലനിർന്നു പോകുന്ന ഒരു സമ്പ്രദായമാണ് ഖാദി നിശ്ചയിക്കുക എന്നുള്ളത്. അതിൻ്റെ സ്വഭാവത്തിലും മറ്റൊക്കെ വ്യത്യാസങ്ങളുണ്ട്. മുസ്ലിം ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ ഇമാമ് അല്ലെങ്കിൽ ഭരണകർത്താവ് അല്ലെങ്കിൽ ഭരണകർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് നിശ്ചയിക്കപ്പെട്ടവരായിരിക്കും ഖാദി നിശ്ചയിക്കും. അപ്പോൾ അവരുടെ അധികാര പരിധിയിൽ അതിനെ പരിധിയൊക്കെ നിശ്ചയിക്കപ്പെടും. അത് ഒരു ഒരു ജില്ലയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലോ അങ്ങനെ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് പൊതു ഭരണാധികാരി നിശ്ചയിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിന് അധികാരം ഉണ്ടാവും, അല്ലെങ്കിൽ ഭരണകൂടത്തിലേക്ക് അധികാരം ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ അന്നൊക്കെയുള്ള ഒരു സംവിധാനം ഇല്ലല്ലോ. നമ്മളൊരു മതേതര രാജ്യത്താണ് ജീവിക്കുന്നത്. നമുക്ക് ഖാദി നിശ്ചയിച്ചു തരാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അധികാരപ്പെടുത്തപ്പെട്ടവരോ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നുമില്ല. അപ്പോൾ ഖാദി നിശ്ചയിക്കപ്പെടാൻ പിന്നീട് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓരോ മഹല്ലത്തിലുള്ള ആ മഹല്ലത്തിലുള്ള കാര്യങ്ങൾ തീർപ്പാക്കാൻ വേണ്ടി ജനങ്ങൾ സമീപിക്കുകയും അതിൻ്റെ തീർപ്പിന് വേണ്ടി നേതൃത്വം നൽകുകയും ചെയ്യുന്ന ആളുകളാണ് പിന്നെ ഖാദി നിശ്ചയിക്കേണ്ടത്. ഓരോ മഹല്ലത്തിലും ആ മഹല്ലത്തിൻ്റെ ആളുകൾക്ക് ഖാദി നിശ്ചയിക്കാം എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു മഹല്ലത്തിലുള്ള ആളുകൾ നിശ്ചയിച്ച ഖാദി നിങ്ങൾക്ക് ബാധകമല്ല എന്നുള്ളതാണ്. അപ്പോൾ വേറെ ഇപ്പം നിങ്ങൾ നിശ്ചയിക്കുക, നിങ്ങളെ ഈ 3 മഹല്ലിലുള്ള ആളുകൾ കൂടിക്കൊണ്ട് ഇപ്പോൾ നിശ്ചയിച്ചു. ഇനി വേറെ മഹല്ലത്തേക്കും ഞങ്ങൾ ഖാദി നിശ്ചയിക്കുമെന്ന് പറഞ്ഞാൽ ആ ഖാദി നിങ്ങൾ നിശ്ചയിച്ച ഖാദി അവർക്ക് സ്വീകാര്യനല്ല. അതുകൊണ്ട് ഖാദി നിശ്ചയിക്കപ്പെടലാവൂലേ. ഖാദി നിശ്ചയിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ മഹല്ലിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഇപ്പോൾ നമ്മൾ കമ്മിറ്റി എന്ന് പറയണ മാതിരിക്ക് ആ കമ്മിറ്റി അതിൻ്റെ ആ നാട്ടിലുള്ള ജനറൽ ബോഡി തീരുമാനിച്ച കമ്മിറ്റി അവരുമായൊക്കെ അത് ആ വിഷയം ചർച്ച ചെയ്ത് അവരുടെയൊക്കെ സമ്മതത്തോടു കൂടി കമ്മിറ്റിക്കാർ എന്ന് പറയുന്ന ആളുകൾക്ക് നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. അത് നമ്മളെ മഹല്ലത്തിലേ നിശ്ചയിക്കാൻ അധികാരമുള്ളൂ. കാരണം ഏതൊരു ജനറൽ ബോഡി അധികാരപ്പെടുത്തിയ കമ്മിറ്റിയാണോ ആ കമ്മിറ്റിക്ക് ആ ജനറൽ ബോർഡിൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലത്ത്, ആ രാജ്യത്തിൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലത്ത് ഖാദി നിശ്ചയിക്കാം. അല്ലാതെ നമുക്ക് നമ്മുടെ രാജ്യം അല്ലാത്തൊരു രാജ്യത്തിലേക്ക് നമുക്ക് ഇവിടുന്ന് ഖാദി നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ 3 മഹല്ലത്തുകളും നിങ്ങളെ കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഖാദിയാക്കണമെന്ന് തീരുമാനിച്ച ആളെ നിങ്ങൾക്ക് ഖാദിയായി നിശ്ചയിക്കാം. അങ്ങനെ ഒരു ഖാദി നിശ്ചയ തീരുമാനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്നെ ഖാദിയായി നിശ്ചയിച്ചു, ഞാനത് ഏറ്റെടുക്കുകയും ചെയ്യും. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഖാദിക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഖാദി ആക്ട് പ്രകാരം ഇവിടുത്തെ ഭരണഘടനയ്ക്കനുസൃതമായി ഇവിടുത്തെ നിയമത്തിനനുസൃതമായി ഇടപെടാൻ പറ്റുന്ന മേഖലയിൽ മാത്രമേ ഇടപെടാൻ പറ്റുള്ളൂ. അപ്പോൾ മുമ്പ് കാലഘട്ടത്തിലൊക്കെ തന്നെ ഖാദിമാർ ക്രിമിനൽ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് തീരുമാനം പറയാമായിരുന്നു ഇസ്ലാമിക ഭരണകൂടത്തിൽ. ആ ഖാദിൻ്റെ വിധിയായിരിക്കും അവിടെ സ്വീകരിക്കപ്പെടാം.